തൊണ്ണൂറുകൾക്ക് ശേഷം കേരളത്തിലുണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ലോകവിപണി ലോകത്താകെ ഉണ്ടായതാണ്. അത് കേരളത്തിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഗ്ലോബലൈസേഷൻ ശേഷം മാർക്കറ്റ് ഓപ്പൺ ആക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ മാത്രമല്ല നമ്മുടെ റൂറലുകൾ, അത് ഗ്രാമങ്ങളിൽ പോലും വൻകിട കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങൾക്ക് വിപണി സൃഷ്ടിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറി. ഈ ഒരു ഘട്ടം കേരളത്തിൻ്റെ സാമൂഹ്യ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത് മാനസിക സമ്മർദ്ദങ്ങൾ മനുഷ്യ സമൂഹത്തിൽ ഏറിയിട്ടുണ്ട്. അത് കേരളത്തിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്തത്. എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ബാല്യകാലത്ത് നമുക്കൊരു നേരത്തെ ഭക്ഷണം കിട്ടാത്തതായിരുന്നു, മറ്റുള്ളവൻ നന്നായി ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു വിവേചനമായി തോന്നിയിരുന്നത്. ഇന്ന് അങ്ങനെ വിവേചനം തോന്നൂല. കാരണം ഭക്ഷണം ഏറ്റവും നന്നായി ഏറ്റവും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിൻ്റെ സൂക്കേടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതല്ലോ. ഭക്ഷണമല്ല പ്രശ്നം. അപ്പം നമ്മളെ രണ്ടാമത്തെ പ്രശ്നമായിട്ടൊക്കെ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എത്താൻ എനിക്ക് തോന്നുന്നത് മൊബൈൽ ഫോൺ, എനിക്ക് സാധാ മൊബൈൽ ഫോണാണ്. അപ്പോൾ എനിക്ക് ഐഫോൺ വേണം, അല്ലെങ്കിൽ S26 അപ്പോൾ പുതിയ സാധനം വരുന്നുണ്ടല്ലോ. ഇത് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഡിസ്ക്രിമിനേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപഭോക്തൃ സംസ്കാരവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മനസ്സ് വളരെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉള്ളതാണത്. അതിപ്പം നമ്മളിപ്പോൾ പറയുന്ന ഒരു പോയിന്റ് വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്ന മുതലാളിത്തത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണല്ലോ. ഇതിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഓരോ കാലഘട്ടത്തിലും ആവശ്യങ്ങൾ മാറി മാറി വരുന്ന സമയത്ത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ടെൻഷനും ഉണ്ടായിരിക്കുക. സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ, ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത് മറ്റൊരാളോട് ഞാൻ പറയുന്ന സമയത്ത് അയാൾക്ക് ഇത്രയേ ഉള്ളൂ, ഇതപ്പോൾ ഈ ടെൻഷൻ അടിച്ച് എന്നായിരിക്കും. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനം. നമ്മളതിനെ അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ളൊരു സൈക്കോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പം ഈ ഒരു റൂട്ട് ഉണ്ടാകും. മേ ബി അതെനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നൊക്കെ പറയുന്നൊരു സാധനം ഇപ്പോൾ സൈക്കോളജിയിൽ കൂടുതലായിട്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടേം. അതായത് ഒരു ഗ്രൂപ്പിൽ നിന്നും നമ്മൾ ഔട്ടായി പോകുമോ എന്നുള്ള പേടി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ ഗ്രൂപ്പിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഫോണിൽ അപ്ഡേറ്റുകൾ എടുത്ത്, അതാണ് ഒരു മെസ്സേജിൻ്റെ ചിലപ്പം ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും നമ്മൾ അപ്പം എടുത്ത് നോക്കാൻ നമ്മളുടെ കൈ ധരിക്കുന്നതിൻ്റെ കാരണം ഈ മെസ്സേജ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലോകത്ത് നിന്ന് ഔട്ടായി പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഉണ്ടാകുന്നൊരു മിസ്സിങ് ഔട്ട് ഉണ്ട്. ഇനിയിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് വേണ്ട കുറേ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ഒരു കമ്പാരിസൺ മെൻറ്റാലിറ്റി കേരളത്തിൽ കുറച്ച് അധികമായിട്ട് വളർന്നു. കേരളത്തിൽ നല്ല എനിക്ക് തോന്നുന്നു ലോകത്തിൽ മൊത്തത്തിലൊരു കമ്പാരിസൺ മെൻറ്റാലിറ്റിയിൽ നമ്മൾ മാറിയിട്ടുണ്ട്. ചിലപ്പോൾ കാലഘട്ടത്തിൻ്റെ വ്യത്യാസമായിരിക്കാം. നമ്മൾ കുറച്ചും കൂടി ജീവിതം എൻജോയ് ചെയ്യുക എന്നുള്ളൊരവസ്ഥയിലേക്കാണല്ലോ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നമ്മളുടെ ജീവിതത്തിന് ഈ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും അത്രത്തോളം അഫക്റ്റും ചെയ്യാത്തത്. നമ്മളുടെ ലൈഫ്, നമ്മളുടെ ലക്ഷറി, നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മളുടെ ഫുഡ്, അത് നമ്മളുടെ ഫ്രണ്ട്സിനോടൊപ്പമുള്ള കറക്കം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ഭാഗമാണ്. നമ്മൾക്ക് അതിലൂടെ ഒരു സന്തോഷം കിട്ടുന്നുമുണ്ട്. ഇത് മൊത്തത്തിൽ കളഞ്ഞുകൊണ്ടൊരു ലൈഫ് സാധ്യമാണോ ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇത് മനുഷ്യനിൽ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇത് കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്കലി അയാൾക്ക് ചിലപ്പോൾ അത് പറ്റുന്നില്ല, ഒരു സാഹചര്യം ആയിരിക്കില്ലെങ്കിൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതിലെത്താൻ വേണ്ടി. അതായത് ഒരു ഗ്രൂപ്പിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മനുഷ്യൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുമ്പോൾ അത് ചിലപ്പോൾ ബ്യൂട്ടിയും അതിന് ഭയങ്കര ബാധകമാണ്. വലിയ രീതിയിൽ ഇപ്പം ഒരു ആഗോളതലത്തിൽ തന്നെ ബ്യൂട്ടി വേൾഡിലേക്ക് കൊറിയൻ സാധനം കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ മൊത്തത്തിലൊരു ബ്യൂട്ടി ലോകത്തിലേക്ക് നമ്മൾ മാറുമ്പം നമ്മളുടെ സ്കിന്ന്, നമ്മളുടെ ഹെയർ, നമ്മളുടെ ഡ്രസ്സിങ് തുടങ്ങിയിട്ടുള്ള സാധനത്തിന് നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കൂടുതൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം നമ്മളുടെ ഓരോ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾക്കും കൾച്ചറലി അല്ലെങ്കിൽ ശാരീരികപരമായിട്ട്
നമ്മുടെ സ്കിൻ കളർ, ഇതൊക്കെ നമുക്ക് എത്രത്തോളം മാറ്റാൻ പറ്റില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ മാറാൻ വൈജാത്യത്തിൽ നിന്ന് ഏകതയിലേക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കൾച്ചറിനെ നമ്മുടെ ഏകധ്രുവലോകം എന്നൊക്കെ പറയുന്ന പോലെ അതെ അല്ലേ, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് വല്ലാണ്ട് നമ്മളിലേക്ക് എല്ലാം. അത് നമുക്ക് തെറ്റൊന്നുമല്ല കേട്ടോ, കാരണം കേരളത്തിൻ്റെ ഒരു സവിശേഷതയിലേക്ക് നമുക്ക് എല്ലാം ഉൾച്ചേർക്കാൻ ഇഷ്ടമാണ്. നമുക്ക് ഇൻക്ലൂസിവിറ്റി ഇഷ്ടമുള്ളൊരു സൊസൈറ്റിയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മളുടെ കല്യാണങ്ങളുടെ ചടങ്ങുകൾ ഓരോ കാലഘട്ടം കഴിയുന്നതിനനുസരിച്ച് കൂടുന്നത്. നമ്മൾ പണ്ട് ഇത്ര ഉണ്ടായിരുന്നതിന് നമ്മളിപ്പോൾ 4 ദിവസത്തെ കല്യാണമാവും, 5 ദിവസത്തെ കല്യാണമാവും, 6 ദിവസത്തെ കല്യാണമാവും. ഇത് കൂടാനുള്ള കാരണം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഉള്ള സാധനത്തിന് നമ്മളിലേക്ക് എടുക്കുന്നുണ്ട്. ആ ഇൻക്ലൂസിവിറ്റി നമുക്ക് ഇഷ്ടമാണ്. പണ്ട് നമുക്ക് ബ്രൈഡൽ ഷവർ ഉണ്ടായിരുന്നില്ല, ബേബി ഷവർ ഉണ്ടായിരുന്നില്ല, ഹൽദി ഉണ്ടായിരുന്നില്ല, സംഗീതം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കൊക്കെ ഇപ്പം നമ്മൾ ഇൻക്ലൂസീവ്, പക്ഷെ നമുക്കത് ഇഷ്ടമാണ്, അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, അതിൽ തെറ്റൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് കൂടി വരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് നമ്മളിതിനെ മൊത്തം നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പണത്തിൻ്റെയും ഒരു ടെൻഷനുണ്ട്, ഒരു എക്കണോമിക് ടെൻഷനും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഒരു മാനസികപരമായിട്ടുള്ള സമ്മർദ്ദം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മൊത്തത്തിൽ അതുണ്ട്. സമ്മർദ്ദത്തിലാണ് മലയാളി, അങ്ങനെയും പറയാം. പക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ആഹ്ലാദിക്കുന്നതും മലയാളി തന്നെയാണ്. അങ്ങനെയും അതെ, അതുമാണ്. ആഹ്ലാദത്തിന് ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്ന, ഞാൻ ടൂറിസം മേഖലയിലാണ് ആണല്ലോ, റിസോർട്ടുകളുടെയൊക്കെ. അപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മളങ്ങനെ ആഭ്യന്തര ടൂറിസം എന്ന് പറയുന്നത് അത്രമേൽ അങ്ങനെ സ്ഫോടനാത്മകമല്ലല്ലോ. നമ്മൾ ഇപ്പോൾ റിസോർട്ടിലൊക്കെ ആളുകൾ പോകാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി അല്ലേ? വളരെ കുറച്ച്. എനിക്ക് തോന്നുന്നു കോവിഡാനന്തരം ഉണ്ടായൊരു മാറ്റമാണെന്ന് തോന്നുന്നു. അപ്പം പലപ്പോഴും റിസോർട്ടുകളിലൊക്കെ നല്ല സീസണിലൊക്കെ ഫുൾ ബുക്കിംഗ് അവസ്ഥയിലേക്ക് എത്തുകയാണ്. റിസോർട്ടുകളുടെ എണ്ണം എത്രയാണ് കൂടി. അങ്ങനെ അതെന്താ വെച്ചാൽ ആളുകൾ ആഹ്ലാദിക്കാൻ സമയം കണ്ടെത്തുന്നു. നല്ല സിനിമകൾ ഇറങ്ങിയാൽ ഇപ്പോഴും നല്ല തിരക്കാണ്. നമ്മളെ ബീച്ച് ഫുള്ള് ആളാണ്. നമ്മളിവിടെ ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്ന സ്ഥലത്ത് എത്ര ആളുകളാണ് ഓരോ ദിവസം വന്നു പോകുന്നത്. അപ്പോൾ ഈ ആഹ്ലാദവും ഉണ്ട്, വിഷാദവും ഉണ്ട്. ഇത് ഒരുമിച്ചാണ് മലയാളി അഭിസംബോധന ചെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അതായത് നമ്മൾ ഇതിലേക്ക് എത്തിച്ചേരാൻ എടുക്കുന്നൊരു എഫേർട്ട് ഉണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ആളുകൾക്കും ചിലപ്പം അതത്രത്തോളം ആയാസം നൽകുന്നൊരു പരിപാടിയൊന്നും അല്ല സന്തോഷം. പക്ഷേ ഇവരതിൽ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഹാപ്പിനെസ്, നമ്മുടെ സന്തോഷം കിടക്കുന്നത് ഇതിലാണ്. പുതിയൊരു കാലഘട്ടത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ അച്ഛനും അമ്മയൊന്നും പുറത്തധികം പോയിട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടോ റിസോർട്ടുകളിൽ താമസിച്ചിട്ടോ ടൂറ് പോയിട്ടോ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ആളുകളൊന്നും അല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സന്തോഷത്തിനുള്ള ഉപാധികളുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പം പല ദിവസങ്ങളിലും ടൂർ പോകുന്നുണ്ടാവും, റിസോർട്ടിൽ താമസിക്കുന്നുണ്ടാവും. അപ്പോൾ അച്ഛനോട് പറയുന്നൊരു ഡയലോഗുണ്ട്, അബി എപ്പോഴും പുറത്താണല്ലോ, ഇങ്ങോട്ട് അങ്ങനെ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം ഈ പുറത്ത് എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പിനെസ് കിട്ടുന്നൊരു സാധനം. പക്ഷെ അതിൽ ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാനും പറ്റൂല. ഈ പുറത്തല്ലാണ്ട് അകത്ത് മാത്രം വരുന്ന സന്തോഷം കണ്ടുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും ഇഷ്ടമല്ല. വീടിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ ഇഷ്ടമാണ്. പുറത്ത് പോണവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പം പക്ഷേ ഇതൊരു കോൺഫ്ലിക്റ്റ് സൃഷ്ടിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും. സോഷ്യൽ മീഡിയ കേരളത്തിൻ്റെ മനുഷ്യരുടെ മനസ്സിനെ എത്രത്തോളം ആകുലപ്പെടുത്തുകയാണോ സന്തോഷപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പൊതുവെ അഭിരാമിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം? രണ്ടുണ്ട്. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ആളാണ്. സോഷ്യൽ മീഡിയ ആകുലപ്പെടുത്തുക എന്ന് പറയുന്നത് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് ആദ്യം പറയാം. കാരണം എപ്പോഴും ഒരു നെഗറ്റീവിലാണല്ലോ തുടങ്ങുക, നമുക്കൊരു പോസിറ്റീവിൽ തുടങ്ങും. സോഷ്യൽ മീഡിയേൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഫോൺ നോക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു അവിടെ നടക്കുന്നൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ബ്രെയിൻ റിലേറ്റഡ് ആണ്. അപ്പം നമ്മളുടെ തലച്ചോറിൽ സന്തോഷത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സാധനങ്ങൾ സ്റ്റിമുലേറ്റ് ആകുന്നു. അതുവഴി നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു. ഇത്രയും നടക്കുന്നുള്ളൂ ഫോൺ യൂസ് ചെയ്യുമ്പം. ലഹരി യൂസ് ചെയ്യുമ്പോഴും സെയിം സാധനം തന്നെയാണ് നടക്കുന്നത്. സന്തോഷം ഉണ്ടാക്കുന്ന സാധനം സ്റ്റിമുലേറ്റ് ആവുന്നു, സന്തോഷം ഉണ്ടാകുന്നു. അപ്പം തന്നെ നമുക്കറിയാലോ ഇതെങ്ങനെയാണ് ഒരു അഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഒന്ന് അതുണ്ട്.
രണ്ട്, ഇത് കാണുന്നത് വഴി നമ്മൾ ഒരു എസ്കേപ്പിസം നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ നമുക്കില്ലാതെ പോയി എന്തൊക്കെയോ വേറെ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇത് നമുക്കും കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു കാശ്മീർ പോയി അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് പോയി സ്പെയിനിലൊക്കെ പോയിട്ടുള്ള ഫോട്ടോ ഇടുമ്പം ഇത് നമുക്കുണ്ടാക്കുന്നൊരു ഒരു 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 പ്രശ്നമുണ്ട്, ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊരാകുലതയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത്. എന്നാൽ നമ്മൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഏറ്റവും സ്വതന്ത്രമായിട്ട് പറയാനും ഒരു ഫിൽറ്ററുകളും ഇല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളുണ്ട്. ഒരു ഫിൽറ്ററുകളും ഇല്ലാണ്ട് ഫുൾ ഫിൽറ്ററുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളുണ്ട്. നമുക്കറിയില്ല, നമ്മളുടെ മൊത്തം ജീവിതത്തിന് സോഷ്യൽ മീഡിയേൻ്റെ മുമ്പിൽ തുറന്നിടുന്ന ആളുകളുണ്ട്. നമ്മളുടെ മുഖമൊന്നും കാണിക്കാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നു പോയിട്ട് നമ്മളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്ന. പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ഒരു സ്ഥലമാണ്. കാരണം നമ്മളുടെ അഭിപ്രായങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് തുറന്നു പറയാൻ പറ്റുന്ന ഒരിടം സോഷ്യൽ മീഡിയ തരുന്നുണ്ട് നമുക്ക്. അതേസമയം ഈ മറ്റുള്ളവരുടെ ജീവിതത്തിനെ ആലോചിച്ചിട്ട് വ്യാകുലപ്പെടുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ ചോദിച്ചാൽ അതുണ്ട് കുറേയൊക്കെ. നമ്മൾ പലപ്പോഴും പിന്നെ ഈ ആത്മഹത്യയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. വിഷാദരോഗം, പിന്നെ അതുപോലെ ആത്മഹത്യകൾ, ഇതൊക്കെ കേരളത്തിൽ കുറച്ച് കൂടി വരുന്നുണ്ട് എന്നാണ് പൊതുവെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനെന്താവും പൊതുവെ കാരണം? ആത്മഹത്യൻ്റെ വിഷാദം നമുക്ക് ഒരു പ്രത്യേക കാരണം എന്നുള്ള രീതിയിൽ ഇതിന് നമുക്ക് അങ്ങനെ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷേ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ കണ്ടുവരുന്നത് വിദ്യാർത്ഥികൾക്കിടയിലാണ്. അതിൻ്റെ ഒരു കാരണം ഈ കാലഘട്ടത്തിൽ അവരനുഭവിക്കുന്ന ഒരു ടെൻഷനായിരിക്കാം. അത് നമുക്ക് തന്നെ നന്നായിട്ട് അറിയാമല്ലോ. ഫാമിലീൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് ഭയങ്കര ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണ്. അവിടെ വരുന്ന പാരൻസിന് ഈ 2-3 വയസ്സിലൊക്കെ ഹൈപ്പർ ആക്ടിവിറ്റിയാന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുവരുന്ന പാരൻസ് ഉണ്ട്. 2-3 വയസ്സിൽ കുട്ടികൾ ഓടിത്തുള്ളി കളിക്കേണ്ട പ്രായമാണ്. അവർ ഹൈപ്പർ ആക്റ്റീവ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം സോഷ്യൽ മീഡിയയും കൂടിയാണ്. ഇവർക്കത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി എന്താ, കുറച്ചധികം ഹൈപ്പറായി കളിക്കുന്ന. റെസ്റ്റ്ലെസ്നെസ് എന്താ, അടങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ ഈ അടങ്ങിയിരിക്കാത്ത കുട്ടി ADHD ആണ്, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടി ADHD ആണെന്ന് പാരൻസ് എന്ത് ചെയ്യാണ്, ഒരു ജഡ്ജ്മെൻറ്റിൽ അങ്ങോട്ട് എത്തുകയാണ്. എന്നിട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ പറയണ്ട, അവരെന്താ പറയുന്നത്, ADHD ഉണ്ട് തോന്നുന്നു. അപ്പം ഞാൻ ചോദിക്കും, ആണോ, തോന്നുന്നുണ്ടോ? അപ്പോൾ എന്നിട്ട് നമ്മളിതിങ്ങനെ ചോദിച്ച് വരുന്ന സമയത്ത്, ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ADHD ഉണ്ടാവില്ല, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും. അത് നമുക്ക് നിയന്ത്രിക്കാനുള്ള തെറപ്പി മെത്തേഡുകളുണ്ട്. പിന്നെ സ്വതവേ നമ്മൾ കണ്ടുവരുന്ന, പണ്ട് കുട്ടികൾ പുറത്തിറങ്ങിയിട്ട് ഇവരുടെ എനർജി കളയാനുള്ള ഒരുപാട് ഉപാധികളുണ്ടായിരുന്നു. ഓടുമായിരുന്നു, ചാടുമായിരുന്നു, കളിക്കുമായിരുന്നു, ഗ്രൗണ്ടിലും എന്തും ചെയ്യുമായിരുന്നു. ഇപ്പോൾ കുട്ടികൾ കുറച്ചും കൂടി ഒതുങ്ങിയല്ലോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി കുട്ടികൾക്ക് അതിനുള്ള സാധ്യതകൾ കുറവാണ്. പാരൻസ് പുറത്ത് വിടുന്നത് കുറവാണ്, കുട്ടികൾ കളിക്കുന്നത്. ഇനി കളിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ടർഫ് പോലെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ പോയിട്ട് ഫ്രണ്ട്സിനോടൊപ്പം കളിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ഒരു കുട്ടിക്കാലത്തുള്ളൊരു എനർജി എന്ന് പറയുന്നത് നല്ലൊരു, അത് ആ ഒരു പ്രായമാണ്. അപ്പം ആ ഒരു തുള്ളിച്ചാടി കളിക്കാനുള്ളൊരവസ്ഥ അവർക്ക് ഉണ്ടാവാതിരിക്കുമ്പം ഇവർ സ്വാഭാവികമായിട്ടും ഈ വീട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന കളികൾ ഉണ്ടാവും. അതിനങ്ങനെ കണ്ടാൽ മതി പ്രായത്തിൻ്റെ. അതുപോലെ തന്നെയാണ് ഒരു 15-16 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ടിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ പണ്ട് എന്നെ കേൾക്കുമായിരുന്നു, ഇപ്പം എൻ്റെ കുട്ടി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പം ഞാൻ ചോദിക്കും, അപ്പം നിങ്ങളുടെ കുട്ടി നിങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരു കുട്ടീനെയാണ് എല്ലാവർക്കും വേണ്ടത്. നമ്മൾ പറയുന്നത് ഇങ്ങനെ കേട്ട് പാവനെ പോലെ 10ാം ക്ലാസ്സിൽ ഓക്കെ സയൻസ് എടുത്തോ, സയൻസ് എടുക്കുക. അങ്ങനെ കുട്ടീൻ്റെ അഭിപ്രായത്തിനല്ല, പാരൻസ് പറയുന്നത് കേട്ട് വളരുന്നൊരു കുട്ടി. ഇതാണ് എല്ലാ പാരൻസും ഇഷ്ടപ്പെടുന്നത്. അത് നല്ല കുട്ടിയാണ്, അത് മോശം കുട്ടിയല്ല. പക്ഷേ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു 14-15 അവർ കൗമാരത്തിൽ നിൽക്കുന്ന പ്രായമാണ്. അപ്പം ഒരു ട്രാൻസിഷൻ പീരീഡിൽ കുട്ടീൻ്റെ ഉള്ളിൽ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടി കുറേ ബിഹേവിയറൽ പ്രശ്നങ്ങൾ കാണിക്കും. ഇത് സ്വാഭാവികമാണ്. പക്ഷേ ഈ സ്വാഭാവികമായിട്ടുള്ള സാധനത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ പാരൻസ് തയ്യാറല്ല. അവർക്ക് ഇന്ന് അവരോടൊപ്പം ഇങ്ങനെ അനുസരിച്ച് ഇങ്ങനെ ജീവിക്കുന്ന കുട്ടി. അപ്പം കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കുന്നൊരു പ്രഷറുണ്ട്. അതായത് ഫാമിലിയുടെ കൂടെ ഫിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സൊസൈറ്റി പറയുന്ന ഒരു റോൾ മോഡൽ, അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ പോലൊരു മോഡലായിട്ട് മാറാൻ, മറ്റു കുട്ടികളുമായിട്ട് നടക്കുന്ന കമ്പാരിസൺ, ഇതെല്ലാം കുട്ടികൾക്ക് സ്റ്റഡി, ചിലപ്പോൾ ഇഷ്ടമില്ലാത്തൊരു സാധനം കഷ്ടപ്പെട്ട് പഠിക്കുകയിരിക്കും. അങ്ങനെയുണ്ട്. ചിലപ്പം വായിക്കാനും എഴുതാനും അറിയാത്തൊരു കുട്ടീനെ
അവന് എന്തെങ്കിലും ലേണിംഗ് പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവൾക്ക് അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. അവനെ ഭയങ്കര നിർബന്ധിക്കും നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അവനുണ്ടാകുന്നൊരു പ്രഷറുണ്ട്. ഇതെല്ലാം കുട്ടികളെ ചിലപ്പം അപ്പം ആരോട് പറയും? നമ്മളീ നിർബന്ധിക്കുന്ന പാരൻസിനോട് തന്നെ പോയി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും എളുപ്പമാർഗം എന്നുള്ള രീതിയിൽ കുട്ടി ചൂസ് ചെയ്യുക എന്താ? എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? അങ്ങനെ ഇത് കുറേ കഴിയുമ്പം ഇവർക്ക് ഉണ്ടാക്കുന്നത് ഒരു ഡിപ്രഷനായിരിക്കും. എന്തിനാ ജീവിക്കുന്നത്, എൻ്റെ ലൈഫിനെ എന്തിനാ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, എന്നെക്കൊണ്ട് ഇനി ഒരു കാര്യമില്ല എന്നുള്ളൊരു വർത്ത്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ് ഒക്കെ കുട്ടിക്ക് ഉണ്ടാവാൻ തുടങ്ങും. ഗ്രാജ്വലി ഇത് സൂയിസൈഡിലേക്ക് ലീഡ് ചെയ്യും. പിന്നെ വിഷാദം ത്തിനെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അത് ഭയങ്കര തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കോൺസെപ്റ്റായിട്ട് ഇപ്പം ഇവിടെ മാറുന്നുണ്ട്. സെലിബ്രിറ്റീസ് പോലും ഇതിനെ ഇപ്പോഴാണതൊക്കെ വലിയ രീതിയിൽ വരാൻ തുടങ്ങിയത് എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ പണ്ട് ഉണ്ടായിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടിരുന്നു. ഇപ്പോൾ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ പണ്ടത്തെ വട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം മൊത്തത്തിലൊരു അങ്ങനത്തെ അഭിപ്രായം വരുമ്പോൾ ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ മടിയും വരും. ഒരു സ്റ്റിഗ്മ വരുന്നുണ്ടല്ലോ മൊത്തത്തിൽ. അപ്പം ഈ ഒരു വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ അങ്ങനെ തന്നെ കണ്ടിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് ചെയ്യാനുള്ളതുണ്ട്. ഇതിനൊരു എന്തോ സ്പെഷ്യൽ സാധനം പോലെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റാലിറ്റി വരുന്നത്. അതായിരിക്കും അതിൻ്റെ കാരണങ്ങൾ. കുറേ റീസണിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്താണ് കുറേയധികം റീസണുകളുണ്ട്. പിന്നെ ഈ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു ജീവിതശൈലി ഒരു ജീവിതശൈലി കൊണ്ടുവരുന്നതായിരിക്കും കൂടുതൽ നല്ലത് തോന്നുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ജപ്പാനിലൊക്കെ അങ്ങനെ ജപ്പാൻ അതിനൊരു മോഡലാണ്. അപ്പം നമുക്ക് പിന്നെ ഒരു സമ്പൂർണ്ണ മാനസികാരോഗ്യമുള്ള ഒരു ജനതയായി ആളുകളെ മാറ്റുന്നതിന് എന്താണ് ഒരു സജഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അഭിരാമിക്ക് തോന്നുന്നത്? അതൊരു ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ കേട്ടോ. ആഗ്രഹം അതാണ്. ആഗ്രഹം എനിക്ക് സത്യം പറഞ്ഞാൽ ആസ് എ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ആഗ്രഹം എല്ലാ മനുഷ്യന്മാരും ഭയങ്കര സമാധാനത്തോടു കൂടി ജീവിക്കുന്ന, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും, അത് നമുക്കങ്ങനെ അതിനൊരു മാനസികാരോഗ്യ പ്രശ്നമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല. അപ്പം ഈ പ്രശ്നങ്ങളുടെ ഉള്ളിലൂടെ ഇത് തരണം ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ലൈഫ് സ്കില്ലൊക്കെ ഉണ്ടാക്കി, ഒരു സോഷ്യൽ സ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത്, അപ്പോൾ കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കുട്ടികളാണ്. കുട്ടികൾക്കുള്ള ഒരു സപ്പോർട്ട് കുട്ടികളിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലൈഫ് സ്കിൽ സപ്പോർട്ട് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അത് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, എംപതി, പിന്നെ സ്ട്രെസ്സിനോട് എങ്ങനെ കോപ്പ് ചെയ്യാം, ഇതൊക്കെ ഒരു ലൈഫ് സ്കില്ലിൽ വരുന്ന 7ഓളം ലൈഫ് സ്കില്ലുകളുണ്ട്. അപ്പോൾ ഇത് ഇമ്പ്രൂവ് ആവുന്നതോടുകൂടി, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കുട്ടി തീരുമാനിക്കുന്നതോടുകൂടി, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് അവൻ വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ എതിരെ വരുന്നൊരു സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനെ വളരെ ആരോഗ്യപരമായിട്ട് നേരിടാൻ പറ്റും. അത്രയേ ഉള്ളൂ. പ്രശ്നങ്ങളെ ആരോഗ്യപരമായിട്ട് നേരിടുമ്പം അവിടെ പിന്നെ ഒരു മാനസികാരോഗ്യ പ്രശ്നത്തിലേക്ക് അത് ലീഡ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്കത് ആരോഗ്യപരമായിട്ട് നേരിടാൻ പറ്റുന്നില്ല. നമ്മൾ എന്തൊക്കെയൊക്കെയോ ചെയ്യുകയാണ്. നമ്മൾ അപ്പോഴത്തേക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങും. അതിൻ്റെ ഉപാധികളെ പറ്റി നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ ഈ പ്രശ്നം സോൾവ് ആവുമോ എന്നുള്ളതിലുപരി മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളതിനെപ്പറ്റി കോൺഷ്യസ് ആവും. അത് നമ്മുടെ സമൂഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സ്ട്രക്ചറാട്ടോ. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ കുട്ടികളും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സമൂഹം വല്ലാണ്ട് സമൂഹം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് കോൺസെൻട്രേറ്റഡ് ആണ്. ഭയങ്കരമായിട്ട് അതിൽ കോൺഷ്യസ് ആവുന്ന ആളുകൾ. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നതും. കുറച്ചുകൂടി ഒരു വ്യക്തി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ കുട്ടീനെ വളർത്തിയ പ്രശ്നമില്ല. പിന്നെ കുറേ കുടുംബങ്ങൾ മാറേണ്ടതുണ്ട്. ഞാൻ എപ്പോഴും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ആളാണ്. എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം അതാ, കുടുംബങ്ങൾ മാറേണ്ടതുണ്ട് എന്നുള്ളത്. കാരണം കുറച്ചും കൂടി ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു കുടുംബാന്തരീക്ഷം കുടുംബങ്ങളിൽ വരേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞു ഒരു അതോറിറ്റേറിയൻ പാരൻ്റൽ സ്റ്റൈൽ എന്ന് പറയുന്നൊരു സ്റ്റൈലുണ്ട്. ഇതിൽ ആ കുടുംബത്തിലുള്ള ഒരാൾ, ഇപ്പം നമ്മൾ ജെൻഡർ വൈസ് നോക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടൊരു പുരുഷനായിരിക്കും. അവരെടുക്കുന്ന തീരുമാനങ്ങൾ ബാക്കിയുള്ളവരനുസരിക്കുക എന്നുള്ള രീതിയിലായിരിക്കും കേരളത്തിലുള്ള ഒരു ഭൂരിഭാഗം കുടുംബങ്ങളും പോകുന്നുണ്ടായിരിക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവും, പക്ഷെ എന്നാലും ഒരു പവർ എപ്പോഴും ഉണ്ടായിരിക്കുക ഈ ഒരാൾക്കായിരിക്കും. അത് മാറണം. അത് മാറി കുട്ടികളുടെ, അപ്പം നമ്മൾ കുട്ടികളെന്ന് എന്താ പറയുക, വലിയ ആൾക്കാർ പറയുമ്പോൾ ഇവിടെ ഇടപെടരുത്. അപ്പം നമ്മൾ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കുട്ടികളെ, അതായത് അങ്ങനത്തെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളൊരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കുട്ടീനെയും കൂടി ഇൻവോൾവ് ആക്കണം.
അവൻ്റെ അഭിപ്രായം ചിലപ്പം തെറ്റായിരിക്കാം, എടുക്കണ്ട. അഭിപ്രായം സ്വീകരിക്കണം എന്നില്ല, പക്ഷെ അഭിപ്രായം ചോദിക്കണം. അത് അപ്പോൾ അവൻ എന്താ, ഞാൻ എൻ്റെ കുടുംബത്തിൽ വാല്യൂ ചെയ്യപ്പെടുന്നുണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഒരു വാല്യൂ കിട്ടുന്നുണ്ടെന്ന് ആ കുട്ടിക്ക് തോന്നി തുടങ്ങുമ്പോഴായിരിക്കും അവൻ്റെ ഫാമിലിയിലുള്ള ആളുകളോട് സംസാരിക്കാൻ തോന്നുക. കുട്ടികൾ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ സ്കൂളിലൊക്കെ ഞാൻ സ്കൂൾ കൗൺസിലറായിരുന്ന സമയത്ത് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു കൗൺസിലിങ്ങിന് വേണ്ട സാധനങ്ങളൊന്നുമല്ല. അവരുടെ റിലേഷൻഷിപ്പുകളെ സംബന്ധിച്ചിട്ട്, അവർക്ക് ക്രഷ് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചിട്ട്, അവരുടെ വീടുകളിൽ സംസാരിക്കാൻ സമയം കിട്ടാത്തതിനെ സംബന്ധിച്ചിട്ട്, അവർക്ക് പുറത്തു പോകാനുള്ള ഇഷ്ടങ്ങളെ സംബന്ധിച്ച്, അവർക്ക് ഇടാനുള്ള വസ്ത്രം, ഇതൊക്കെ എന്നോട് വന്ന് ചർച്ച ചെയ്യുന്നു. ഇതിൽ കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ഞാനും വിചാരിക്കും സംസാരിച്ചോട്ടെ. അപ്പം ഞാനും ഇവരോട് വളരെ കോമഡി ആയിട്ടായിരിക്കും സംസാരിക്കുക. അത് കമ്പനി ഫണ്ണി ആയിട്ട് സംസാരിക്കുക, അല്ലാണ്ട് ഒരു കൗൺസിലർ ഇരുന്നിട്ട് ആ മക്കളെ എങ്ങനെ ചെയ്യും ഇതല്ല. അപ്പോൾ ഇവർ പറയും അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് അച്ഛനും അമ്മയും. അപ്പോൾ ഇവർ വർക്ക് ഹോളിക് ആകുമ്പോൾ നമ്മൾ എപ്പോഴും പറയും എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ടൈം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് മാറ്റർ അല്ല. 1 മണിക്കൂറോ 2 മണിക്കൂറോ വേണ്ട, പക്ഷേ ക്വാളിറ്റി കൊടുക്കാൻ പറ്റണം. 1/2 മണിക്കൂറാണോ നമ്മുടെ കുട്ടിക്ക് കൊടുക്കുന്നത്, ക്വാളിറ്റി വൈസ് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ അവിടെ വീണ്ടും പഠനത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഇന്നാളൊരു ജ്യൂസ് കടയിൽ ജ്യൂസ് അടിക്കാൻ കയറിയ സമയത്ത് അച്ഛനമ്മ കുട്ടിയാണ്, അച്ഛനും അമ്മയും ഫോണിലാണ്, കുട്ടി ഇപ്പുറത്തിരിക്കുന്നുണ്ട്. കുട്ടി ഇവരെങ്ങനെ നോക്കിയിട്ടൊരു നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും അവർ ആ പുറത്ത് പോണ സന്ദർഭത്തിൽ അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കേണ്ട ടൈമാണ്. ഔട്ടിംഗ് അല്ലേ അവർ. അപ്പോൾ ഫോണ് കുട്ടി വാങ്ങുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റ് ആകുന്നതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും, നമ്മൾ വല്ലാണ്ട് മറ്റുള്ള ആളുകളെ ഒബ്സർവ് ചെയ്യുന്നത്. ശരിയാണോ എനിക്കറിയില്ല, ഒബ്സർവ് ചെയ്ത് പോകും അറിയാണ്ട്. ശരിക്കും മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിലേക്ക് അത്ര കടന്ന് കയറണോ എന്നുള്ളത് അറിയില്ല, പക്ഷെ ഒബ്സർവ് ചെയ്യും. അപ്പോൾ ഇവളിങ്ങനെ അത് പിടിച്ച് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർ ചീത്ത പറയും, പിന്നെ ആ കുട്ടി അവിടെ സൈലൻ്റാണ്. അപ്പോൾ ഇത് കുറേ കാലം റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഈ കുട്ടി മിണ്ടില്ലല്ലോ. അപ്പം ഈ ഒരു സ്ട്രക്ചർ മൊത്തത്തിൽ മാറ്റേണ്ടതുണ്ട്. പിന്നെ തെറപ്പി എടുക്കുന്നതിനോടുള്ള സ്റ്റിഗ്മയും. കുട്ടിക്ക് പ്രശ്നമുണ്ട്, ആർക്കെങ്കിലും പ്രശ്നം. ശരീരത്തിലെ ഏതു രോഗങ്ങളെയും ചികിത്സിക്കുന്ന പോലെ തന്നെയാണ് മനസ്സിന് വരുന്ന രോഗങ്ങളെയും ചികിത്സിക്കുക എന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഈ വിഷയത്തോട് കാണേണ്ടതുണ്ട് തോന്നുന്നു. അങ്ങനെ കണ്ടാൽ കുറേ വിഷയങ്ങളെ നമുക്ക് ലഘൂകരിക്കാൻ വേണ്ടി കഴിയും. പലപ്പോഴും ചില ആത്മഹത്യകളൊക്കെ എത്തിയ കേസ് പോലും എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പലപ്പോഴും അറിയാറില്ല. ഒന്ന് അവരുമായിട്ട് തുറന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു, എന്നാൽ നമുക്കിത് ലഘൂകരിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു എന്നൊക്കെ ആളുകൾ ചിന്തിക്കും. അപ്പോൾ നമുക്കൊരു പക്ഷേ ആളെ മാറുന്നതൊക്കെ അറിയാം, പക്ഷെ നമുക്ക് അവരെ എങ്ങനെ, എനിക്ക് തോന്നുന്നു ഒരു സാമൂഹിക അവബോധം മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. അത് ഞാൻ പലപ്പോഴും ചില ക്ലാസ്സുകളിൽ പോയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഞാൻ കൂടുതലും മാനസികാരോഗ്യ ക്ലാസ് എടുക്കാൻ പോണ ആളാണ്. അങ്ങനത്തെ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ആളുകൾക്ക് ഇതിനെപ്പറ്റി നോളജ് ഉണ്ടാകുന്നത് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഈ ആളുകളൊക്കെ നമ്മളടുത്തേക്ക് വരും. ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ മരുമോക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, എൻ്റെ മകന് ഇങ്ങനെ പ്രശ്നമുണ്ട്, എൻ്റെ മകൻ്റെ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവർക്ക് അറിയാത്തതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്. സ്റ്റിഗ്മ അവിടെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ആളുകളൊക്കെ ഈ തെറപ്പി എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്, ഇത് ആളുകൾ ജഡ്ജ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു അവബോധം മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ കുറേയൊക്കെ മാറി. ഇപ്പോൾ കുറേ സ്ഥാപനങ്ങൾ വന്നു തുടങ്ങി, ഗവൺമെൻറ് ആണെങ്കിലും കുറേ അധികം ഉണ്ടാക്കി തുടങ്ങി. അപ്പം ആളുകൾ കുറച്ചും കൂടി തെറപ്പി സീക്ക് ചെയ്യുന്നുണ്ട്, എന്നാലും കുറവാണ്. അപ്പോഴും ഈ ആളുകൾ കാണാത്ത സ്ഥലങ്ങൾ എവിടെയാണെന്ന് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് പോകുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഓൺലൈൻ കൗൺസിലിങ്ങുകൾ കൂടുതൽ എടുക്കുന്നതും തെറ്റൊന്നുമല്ല, അത് എങ്ങനെയാണോ അവരവർക്ക് പറ്റുന്നത് അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ കുറേ അധികം ക്ലാസ്സുകളോ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിലാണെങ്കിലും പാരൻസിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിലും ഒക്കെ ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെ പറ്റി ഭയങ്കര കോൺഷ്യസാണ്. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് നടത്തും, അതിന് വേണ്ട മരുന്നുകൾ കുടിക്കും, വേണ്ട കാര്യങ്ങൾ ചെയ്യും. അത്ര തന്നെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട സാധനമാണ് മാനസികാരോഗ്യം. കാരണം ഇത് രണ്ടും പരസ്പര പൂരകമാണ്. ഒന്ന് പോയാൽ അപ്പുറത്തതും നഷ്ടപ്പെടും എന്നുള്ളതാണ്. കാരണം മാനസികമായിട്ട് ഒരാൾ ഹെൽത്തി അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ അത് പ്രകടമാവും. നമുക്ക് അയാൾ സംസാരിക്കില്ല, അയാൾ എപ്പോഴും മൂടിയായിരിക്കും, ക്ഷീണിതനായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് മൊത്തത്തിൽ ഈ ഒരു പ്രശ്നം, അതായത് ശരീരത്തിന് എന്തോ പ്രശ്നം നമ്മൾ വിചാരിക്കുക, മനസ്സിനും ചിലപ്പോൾ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പം അത് സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത്. നമ്മുടെ കൂടെയുള്ള ഒരാൾക്കൊരു ചേഞ്ച് ഉണ്ടെന്ന് കണ്ടു തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഇവൻ എപ്പോഴും ഇപ്പം ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നതിന് പകരം എന്താ പ്രശ്നം എന്ന് മനസ്സിലാക്കാനും ഇവരെ തെറപ്പിക്ക് കൊണ്ടുപോകാനും പറ്റുന്നൊരവസ്ഥയിലേക്ക് മാറുകയാണെങ്കിൽ കുറേയൊക്കെ ശരിയാകും. എനിക്ക് മറ്റൊരു
ഒരു ഒരു വിഷയം തോന്നിയത് രാഷ്ട്രീയം, മതം, സാമൂഹ്യ ആചാരങ്ങൾ, ആ, ചില ആ, പിന്നെ എന്താ പറയുക, സാമൂഹ്യ കീഴ്വഴക്കങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മനുഷ്യ മനസ്സിൻ്റെ ഘടനയെ കാര്യമായി ബാധിക്കാറുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ചിലപ്പോൾ അതിനെ ആ മാനസിക ഘടനയെ ഉപയോഗപ്പെടുത്തുന്ന പദ്ധതികളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു കാലഘട്ടമാണ് തോന്നുന്നു. അപ്പം ഫാസിസമൊക്കെ പലപ്പോഴും കയറി വരുന്നതൊക്കെ മനോനിലകളിൽ എനിക്ക് അങ്ങനെ തോന്നില്ല. ഒരു ആറ്റിറ്റ്യൂഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആറ്റിറ്റ്യൂഡിലാണ് ഇടപെടുന്നത്. അപ്പോൾ ഇന്നലെ വരെ കണ്ട ഒരാൾ മാറുകയാണ് വേറൊരു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു. ഫാസിസത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിലൊരു പോയിന്റ് ഉണ്ട്. കാരണം ഇപ്പം വില്യം റീനെ പോലെയുള്ള എഴുത്തുകാർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ ഫാസിസം എങ്ങനെയാണ് ഒരു മാസ് സൈക്കോളജീനെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ആളുകളാണ്. സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൽ വരുന്നത് നമ്മൾ ഉപദ്രവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇപ്പം ഒരാൾ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അയാളെ വെറുതെ വിട്ടു, പക്ഷെ വെറുതെ വിട്ട് കഴിഞ്ഞാലും ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളോട് ഒരു സ്നേഹം തോന്നുന്ന അല്ലെങ്കിൽ ഒരു ആരാധന തോന്നുന്ന ഒരവസ്ഥയ്ക്ക് നമ്മൾ സ്റ്റോക്ക്ഹോം സിൻഡ്രോം, തട്ടിക്കൊണ്ടുപോകുന്നത് മാത്രമല്ല, ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി അത് പറഞ്ഞത്. നമ്മൾ ഉപദ്രവിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കുന്ന ആളുകളോട്, നമ്മൾ അത്രയും അധികം അപകടത്തിലേക്ക് തള്ളിവിടുന്ന ആളുകളോട് നമുക്ക് ആരാധന തോന്നുന്നത് ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം. ഫാസിസത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ട് തോന്നുന്നു. ഇപ്പം നമുക്കറിയാം ഈ ആളുകളൊക്കെ ഒരു മനുഷ്യരെ മൊത്തത്തിൽ വിഭജിക്കുക അല്ലെങ്കിൽ അവരെ ഒരു സെപ്പറേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ തോന്നിക്കും, യൂണിറ്റി ആണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തോന്നിക്കുന്ന രീതിയിൽ ഇവരെ വിഘടിപ്പിക്കാനാണ് ട്രൈ ചെയ്യുന്നത് തോന്നിക്കഴിഞ്ഞാലും നമുക്കതിൻ്റെ നേരിട്ട് എഫക്റ്റ് ഉണ്ടായാൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ഇവരത്രയും ആരാധനയോട് കൂടിയിട്ടായിരിക്കും നോക്കിക്കാണുക. ഫാസിസത്തിൽ അത് ഏറ്റവും അൾട്ടിമേറ്റ്. ഇപ്പം ഇവിടെ കണ്ടാൽ മതി, ഹിറ്റ്ലർ, ആ നാട്ടിലുള്ള ആളുകൾ മൊത്തം, മറ്റവരല്ല ഞാൻ പറയുന്നത്, പക്ഷെ അയാളുടെ കൂടെയുള്ള ആളുകൾ മൊത്തം അയാളെ കണ്ടുകൊണ്ടിരുന്നത് അറിയാലോ, അത്രയും മനുഷ്യന്മാരെ മൊത്തം കൊന്നൊടുക്കുമ്പോഴും. ഇപ്പം ഇസ്രായേൽ എന്താ നടക്കുന്നത്, നമ്മൾ നെതന്യാഹുവിനെ എങ്ങനെയാണ് കാണുന്നത്? മോസ്റ്റ് ഓഫ് ഇപ്പം സംഘപരിവാറാണെങ്കിലും അല്ലെങ്കിൽ കുറേ അധികം ആളുകൾ നെതന്യാഹുവിനെ കാണുന്നതൊരു ഗോഡ് ലൈക്ക് പരിവേഷമായിട്ടാണ്. താങ്ക് യു ട്രംപ്, ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്ന മോദി, അതാണ് ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്ന് ഗുജറാത്ത് കലാപം നടത്തിയിട്ടുള്ള. അപ്പം അവരോടൊക്കെ നമുക്ക് തോന്നുന്ന ആരാധന അല്ലെങ്കിൽ നമുക്ക് അവരോട് തോന്നുന്ന ഒരു ഭക്തി, അത് ഒരു ഭയങ്കര അപകടകരമായിട്ടുള്ളൊരു, അതൊരു സൈക്കോളജിയാണ്. അത് മനുഷ്യൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട് വരുന്ന, നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ ഉള്ളിൽ രൂപപ്പെട്ട് വരുന്നൊരു കണക്ഷനാണ്. ട്രോമ ബോണ്ടിങ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ട്രോമ തരുന്ന ആളുകളോട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ബോണ്ടിങ്ങിന് പോവുകയാണ് എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും ഇത് വലിയ രീതിയിൽ ഈ കാലഘട്ടത്തിൽ ആളുകളുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കേരളത്തിൻ്റെ ഒരു സ്ഥിതി നമ്മൾ എടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും വിശ്വാസപരമായിട്ടും അവരുടേതായിട്ടുള്ളൊരു സാധനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. അതിലങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യതിചലനങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോവുക തന്നെയാണ് ചെയ്യുക. അവിടേക്കാണ് നമ്മൾ വീണ്ടും ഇതന്നെ കൊടുക്കുന്നത്. അപ്പം കേരളത്തിൻ്റെ ഒരു വേര് എന്ന് പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തഴച്ചു വളരാൻ ഇപ്പോഴും പര്യാപ്തമായിട്ടുള്ള ഒരു മണ്ണാണ് കേരളത്തിലത്. അവിടേക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ ഇത് അത്രത്തോളം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ തോന്നുന്നതിൻ്റെ കാരണം ചിലപ്പം നമ്മളുടെ ഒരു ഇപ്പം ഭരിക്കുന്നതും അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും ഡൊമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കും അതിനെ ചെറുത്ത് നിൽക്കുന്നത്. ബാക്കി നോക്കുന്ന സമയത്ത് ആ ഒരു മണ്ണിപ്പോഴും കേരളത്തിലേതും ഇതിനൊക്കെ പര്യാപ്തമാണ്. അതിപ്പോൾ നമ്മൾ കാണുന്നുമുണ്ട്. അത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളിലേക്ക് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സീരിയലുകളായിട്ടും നമുക്കറിയാലോ, രാമായണ സീരിയലൊക്കെ അങ്ങോട്ട് വന്നതോട് കൂടിയിട്ട് ആ ഒരു സാധനം വന്നത് ഉള്ളതാണ്, സൈക്കോളജിയാണത്. ആളുകൾ മാനസികമായ ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ, ഒരു ഹെൽത്തി ഹാപ്പിനെസ് സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടായ ഉൾച്ചേരലോട് കൂടിയ ഒരു പ്രവർത്തനവും നടപടികളും
ജനകീയ ഇടപെടലുകളുമൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ, ഞാനും ആസ് എ സൈക്കോളജിസ്റ്റ്, പിന്നെ ആസ് എ പുതിയൊരു സൈക്കോളജി, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ എല്ലാവരും ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറട്ടെ. ഓക്കെ.